നീ ഇരിക്കേ. എഗ്രിമെന്റ് വായിക്കല് മാത്രമേ നടക്കൂ. അതില് സൈൻ ചെയ്യല് നടക്കില്ല. അത് തീരുമാനിക്കണം നീയാണോ? ഞാൻ മാത്രമല്ല, എന്റെ അമ്മയും തീരുമാനിക്കണം. കാരണം ഞങ്ങളുടേത് കൂടിയായ കമ്പനിയുടെ ലാഭവിഹിതം എടുത്ത അച്ഛൻ ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഫോം ചെയ്തിരിക്കുന്നത്. അതിന് ഞങ്ങളുടെ പെർമിഷൻ കൂടി വേണം. ചാരിറ്റബിൾ ആയ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞാനോ അമ്മയോ എതിരൊന്നുമല്ല. പക്ഷേ ഈ സ്ത്രീയുടെ ലക്ഷ്യം വേറെയാ. അതുകൊണ്ട് ഈ എഗ്രിമെന്റ് നടക്കില്ല. ഈ എഗ്രിമെന്റ് നടക്കണം. ഇല്ലെങ്കിൽ എന്റെ പേര് പ്രതാപവർമ്മയെന്നല്ല. ഈ സ്ത്രീക്ക് ഇതിന്റെ ചാർജ് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണം? എഗ്രിമെന്റ് സൈൻ ചെയ്ത് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അച്ഛന്റെ ജീവൻ രക്ഷിച്ച സിസ്റ്റർ പവിത്ര വേറെയാ. അതിവരല്ല. സിസ്റ്റർ പവിത്ര ഞാനാണെന്ന് മോള് പ്രതാപേട്ടനോട് പറയോ? കൊഴയോ ദൈവമേ. അച്ഛനും സിസ്റ്റർ പവിത്രയോടുള്ള സെന്റിമെന്റ്സ് മുതലെടുത്ത് ഇവരച്ഛനെ ചീറ്റ് ചെയ്യാ. ചീറ്റിങ്ങിന്റെ പേര് വർമ്മ സാർ എന്നെ പിടിച്ച് പോലീസ് കൊടുക്കോ? എന്റെ ഈശ്വര. ഇവരല്ല സിസ്റ്റർ പവിത്ര. സിസ്റ്റർ പവിത്ര ഇവരല്ലെന്നോ? നിനക്കെന്താ തലയ്ക്ക് സുഖമല്ലേ? ഞാൻ പറഞ്ഞില്ലേ പ്രതാപ, ഇവക്ക് ഭ്രാന്താ. ഇവളെ പിടിച്ചേ ഭ്രാന്താശുപത്രിയിലാക്കണം. ഭ്രാന്തേ നിനക്കാ? സ്വത്തിനോടുള്ള ഭ്രാന്ത്, കാശിനോടുള്ള ഭ്രാന്ത്, എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഭ്രാന്ത്. എല്ലാം വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഇടയില് നീ എത്ര പേരെ തകർത്തത്, എത്ര പേരെയാ കൊന്നത്? എന്നെയും എന്റെ മോളെയും എന്റെ മരുമകനെയും നീ കൊല്ലാൻ ശ്രമിച്ചില്ലേ? എടി, ഇനി ഈ മനുഷ്യനെ കൂടി കൊന്നാലേ നീ അടങ്ങൂ? അതിന് ഞാൻ സമ്മതിക്കില്ലടി. നീ ഇവിടെ മിണ്ടരുത്. നിന്റെ ഒച്ച ഇവിടെ കേട്ടുപോരുത്. ഞാൻ എന്റെ കൂടി സ്വന്തമായ തറവാട്ടിൽ നിന്നാ സംസാരിക്കുന്നെ. അടിച്ചമർത്താൻ ഞാനിപ്പോ നിങ്ങളുടെ ആരുമല്ല. എന്തു പറയടി? നീ മിണ്ടരുത്, കൊല്ലും ഞാൻ. വർമ്മ സാറേ, ഈ കൈയുടെ ബലവും സാറിന്റെ 6 അടി 2 ഇഞ്ച് പൊക്കവും ഉറക്കം സംസാരിക്കാനുള്ള സാറിന്റെ നാവും ഈ കൊച്ചിന്റെ അച്ഛന്റെ ദാന മഹാദേവ വർമ്മ സാറിന്റെ